നമ്മുടെ നട്ടെൽ നോക്കിയാൽ നമ്മുടെ നട്ടെല്ലിന് നടുക്കുള്ള ഒരു ബുഷാണ് ഈ ഡിസ്ക് എന്ന് പറയുന്നത്. നമ്മുടെ പ്രായം കൂടുന്തോറും ഒരു 20-25 കഴിയുമ്പോൾ തൊട്ട് പ്രായം കൂടുന്നത് കാരണം ആ ഡിസ്കിന്റെ അകത്തുള്ള വെള്ളത്തിന്റെ അംശം കുറഞ്ഞുകൊണ്ടിരിക്കും. അത് കാരണം ഡിസ്കിന് ചുറ്റുമുള്ള കവറിങ് പൊട്ടി ഉള്ളിലിരിക്കുന്ന ജെല്ല് പോലത്തെ മെറ്റീരിയൽ വെളിയിലേക്ക് ചാടി വരുന്നതാണ് സ്ലിപ്പ് ഡിസ്ക് എന്ന് നമ്മൾ കോമൺലി റെഫർ ചെയ്യുന്നത്. ഇത് എത്രത്തോളം ഗുരുതരമാണെന്ന് ചോദിച്ചാൽ ഇത് വളരെ പെയിൻഫുൾ ആകാം, നല്ല വേദന വരാം സ്ലിപ്പ് ഡിസ്ക് കാരണം. ബട്ട് മെഡിക്കലി സ്പീക്കിംഗ് വളരെ കുറച്ച് പേഷ്യൻസിൽ മാത്രമേ അതൊരു ഗുരുതരമായിട്ടുള്ള ഒരു കണ്ടീഷൻ ആകത്തുള്ളൂ. ഇറ്റ് ഇസ് സാധാരണഗതിയിൽ അത് താനെ ശരിയായി പോകുന്നതാണ്. 20-40 വയസ്സിനും ഇടയ്ക്കുള്ള ചെറുപ്പക്കാരിലാണ് സാധാരണ സ്ലിപ്പ് ഡിസ്ക് ഉണ്ടാകാറ്. അത്ലീറ്റ്സ്, നല്ല ഹെവി വെയിറ്റ് പൊക്കുന്നവര്, വണ്ണം ഇച്ചിരി കൂടുതലായിട്ടുള്ളവര്, ഇവരിലൊക്കെയാണ് ഇച്ചിരി സ്ലിപ്പ് ഡിസ്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത്. അങ്ങനെ നോക്കിയാൽ പുരുഷന്മാരിൽ സ്ത്രീകളെക്കാട്ടിലും കൂടുതൽ സ്ലൈറ്റ്ലി ഹയർ ചാൻസ് ഉണ്ട് സ്ലിപ്പ് ഡിസ്ക് ഉണ്ടാകാനായിട്ട്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഡിസ്ക് നമ്മൾ പ്രായം കൂടുന്തോറും ഡിസ്കിന്റെ ഉള്ളിൽ വെള്ളത്തിന്റെ അംശം കുറയും. അപ്പൊ അതിന് ലോഡ്, നമ്മൾ ഭാരം പൊക്കുമ്പോഴും നമ്മൾ ചാടുകയോ നടക്കുമ്പോഴും ഡിസ്കിന്റെ പുറത്തുണ്ടാകുന്ന പ്രഷർ ഇല്ലേ, അത് താങ്ങാനുള്ള കപ്പാസിറ്റി അതിൻ്റെത് കുറയും. അതുകൊണ്ടാണ് ആ ഔട്ടർ കവറിങ് പൊട്ടി ഉള്ളിലെ ജെല്ല് വെളിയിലേക്ക് വരുന്നത്. ഇതാണ് മെയിൻ കാരണം സ്ലിപ്പ് ഡിസ്ക് ഉണ്ടാകാനുള്ളത്. സ്ലിപ്പ് ഡിസ്ക് ഉള്ള പേഷ്യൻസ് സാധാരണ നടുവിന് വേദനയും കാലിലോട്ടുള്ള വേദനയുമായിട്ടാണ് ഒ പിയിലേക്ക് വരാറുള്ളത്. പലപ്പോഴും കാലിലോട്ടുള്ള വേദന കൊള്ളിയാൻ മിന്നുന്നത് പോലെയും അതിൻ്റെ ഒപ്പം മരവിപ്പും കരണ്ട് അടിക്കുന്നത് പോലത്തെ ഒരു സെൻസേഷനും കാണും എന്ന് പലപ്പോഴും പേഷ്യൻസ് പറയാറുണ്ട്. അപൂർവം ചിലവരിൽ കാലിന് തളർച്ചയായിട്ടും സ്ലിപ്പ് ഡിസ്ക് കാരണം വരാൻ പറ്റും. സ്ലിപ്പ് ഡിസ്ക് കണ്ടെത്തുന്നത് ഒരു ഡോക്ടർ പരിശോധിക്കുമ്പോൾ ഒരു ക്ലിനിക്കലായിട്ട് ഉള്ളൊരു ഡയഗ്നോസിസ് ആണ്. പരിശോധനയിലൂടെ കണ്ടെത്തുന്ന ഒരു ഡയഗ്നോസിസ് ആണ്. നമ്മൾ മിക്ക സ്ലിപ്പ് ഡിസ്കും ഞാൻ മുന്നേ പറഞ്ഞ പോലെ താനെ ശരിയായി പോകുന്നതുകൊണ്ട് നമ്മൾ ഉടൻ അതിന് കണ്ടുപിടിക്കാനായിട്ടോ കൺഫേം ചെയ്യാനായിട്ടോ വേറെ ടെസ്റ്റുകളൊന്നും പറയാറില്ല. 6 ആഴ്ച മരുന്ന് കൊടുത്തിട്ട് ട്രീറ്റ്മെന്റും കൊണ്ട് ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഒരു MRI സ്കാൻ എടുത്തിട്ടാണ് സ്ലിപ്പ് ഡിസ്ക് ഉള്ളത് കൺഫേം ചെയ്യുക. എല്ലാ പേഷ്യൻസിനും സ്ലിപ്പ് ഡിസ്ക് കാരണം ഉണ്ടാകുന്ന വേദന, അതിന്റെ ലക്ഷണങ്ങളിൽ നിന്ന് കംപ്ലീറ്റ് റിക്കവറി പോസിബിൾ ആണ്. ഇത് ഡിസ്ക് തിരികെ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ജെല്ല് വെളിയിലോട്ട് വന്നത് അകത്തോട്ട് പോകത്തില്ലെങ്കിലും ഇത് കാരണം ഉണ്ടാകുന്ന ഇറിറ്റേഷനും വേദനയും പൂർണ്ണമായിട്ടും മാറുന്നതാണ്. എല്ലാ പേഷ്യന്റിലും സർജറിയുടെ ആവശ്യമില്ല. 95% ആൾക്കാരിലും സ്ലിപ്പ് ഡിസ്ക് വന്നാൽ അത് കാരണം ഉണ്ടാകുന്ന വേദനയും ലക്ഷണങ്ങളും എല്ലാം 6 ആഴ്ച തൊട്ട് 3 മാസത്തിനിടയിൽ താനെ കുറഞ്ഞു പോകുന്നതാണ്. അപൂർവം ചിലവരില് ഞരമ്പിന് ഇറിറ്റേഷൻ വന്ന് കാലിന് തളർച്ച വന്നവര്, മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ടായി വന്നവര്, ഇങ്ങനത്തെ ഞരമ്പിന് വീക്ക്നെസ് വന്ന ആൾക്കാർക്ക് മാത്രമാണ് നമ്മൾ ശസ്ത്രക്രിയ അർജന്റ് ആയിട്ട് അഡ്വൈസ് ചെയ്യുക. അല്ലെങ്കിൽ വളരെ ചുരുക്കം ചില ആൾക്കാരിൽ വേദന 6 ആഴ്ചയോ 3 മാസം കൊണ്ടോ കുറയത്തില്ല. അതിലാണ് നമ്മൾ സർജറി സാധാരണ റെക്കമെൻഡ് ചെയ്യാറുള്ളത്. ഞാനിപ്പോ പറഞ്ഞതുപോലെ നമുക്ക് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ കാലിന് ബലക്കുറവ് വരുന്നതാണ്. കാലിന് ബലക്കുറവും കാലിന് ബലക്കുറവ് വന്നു കഴിഞ്ഞാൽ അതൊരു അർജന്റ് ആയിട്ട് ശസ്ത്രക്രിയ ചെയ്ത് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. അതേ കൂട്ട് വേറെ കോംപ്ലിക്കേഷൻ ഉള്ളത് പലപ്പോഴും വലിയ ഡിസ്ക് ആണ്, താഴത്തെ ലെവലിലാണെങ്കിൽ മൂത്രം അറിയാതെ പോവുക, മൂത്രം ഒഴിക്കുന്നതിന് കൺട്രോൾ പോവുക, അതും സംഭവിക്കാൻ പറ്റും. ഇതാണ് സ്ലിപ്പ് ഡിസ്ക് കാരണമുള്ള മെയിൻ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ. ഒരു സ്ലിപ്പ് ഡിസ്ക് ഉള്ളപ്പം ചെയ്യാൻ പാടില്ലാത്തത് കുനിഞ്ഞു നിന്നുകൊണ്ട് ഒരു ഭാരമുള്ള വസ്തുക്കളൊന്നും പൊക്കാതെ ശ്രദ്ധിക്കണം. ഹെവി വെയിറ്റ് ഒന്നും ബെൻഡ് ചെയ്ത് എടുക്കാതെ ശ്രദ്ധിക്കണം. ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു സൈഡ് ചരിഞ്ഞ് കൈ വിട്ട് വേണം എഴുന്നേൽക്കുക. ഒത്തിരി നേരം ഒരേ പൊസിഷനിൽ സിറ്റ് ചെയ്യുക, അത് ഒഴിവാക്കണം. ഈ കാര്യങ്ങളാണ് ഒരു സ്ലിപ്പ് ഡിസ്ക് ഉള്ള ഒരാൾ ശ്രദ്ധിക്കേണ്ടത്. സ്ലിപ്പ് ഡിസ്ക് തടയാനായിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് നമ്മുടെ ബോഡിയുടെ കോർ മസിൽസ് എന്ന് വെച്ചാൽ നമ്മുടെ വയറിന്റെ മസിലും നമ്മുടെ നടുവിന്റെ മസിൽസും ഇതെല്ലാം ബലപ്പെടുത്തുന്നതാണ് ഇതിനുള്ള ബെസ്റ്റ് മെത്തഡ് ടു പ്രിവെന്റ് ഇറ്റ്. ഇത് തടയാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം നമ്മുടെ ശരീരത്തിന്റെ വയറിന്റെയും നടുവിന്റെയും
മസിൽസ് ശക്തിപ്പെടുത്തുന്നതാണ്. അതിനായിട്ട് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ അമിതമായിട്ട് വെയിറ്റ് വെക്കാതിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ അത് ഡെഫിനറ്റ്ലി സ്ലിപ്പ് റിസ്ക് വരുന്നതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും.